ഓം ശാന്തി. ഞാൻ എൻ്റെ ദിവ്യബുദ്ധിരൂപി ടിവിയിൽ ആത്മാവിനെ കാണുന്നു. ആത്മാക്കൾക്ക് ഞാൻ ബാബയുടെ സന്ദേശം നൽകുകയാണ്. ഇത് ദേവകുലത്തിലെ ആത്മാവാണ്. പരമാത്മാവിൻ്റെ സന്താനമാണ്. എന്നാൽ ദേഹാഭിമാനത്തിൻ്റെ കാരണത്താലും മായയുടെ പ്രഭാവത്താലും ബുദ്ധിയുടെ ലോക്ക് പൂട്ടിയിരിക്കുകയാണ്. അതിനാൽ ആത്മാവ് സത്യപരമാത്മജ്ഞാനം പ്രാപ്തി ചെയ്യുന്നതിൽ നിന്നും സർവപ്രാപ്തികളിൽ നിന്നും വഞ്ചിതനായിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ ദിവ്യബുദ്ധിരൂപി വയർലെസ് സെറ്റ് കൊണ്ട് ഞാൻ ആത്മാവിനോട് സങ്കൽപ്പങ്ങളുടെ ഭാഷയിൽ വാർത്താവിനിമയം ചെയ്യുകയാണ്. ഹേ ആത്മാ, നീ പരംപിത പരമാത്മാവിൻ്റെ സന്താനമാണ്. എന്നാൽ തൻ്റെ പിതാവിനെ മറന്നുപോയിരിക്കുന്നു. ഇപ്പോൾ സ്വയം സർവശക്തിവാൻ പരമാത്മ വന്നിരിക്കയാണ് നഷ്ടപ്പെട്ടുപോയ ഭാഗ്യം നൽകാൻ. അതിനാൽ തൻ്റെ നഷ്ടപ്പെട്ട ഭാഗ്യം വീണ്ടും പ്രാപ്തി ചെയ്യൂ. ഞാൻ അനുഭവം ചെയ്യുകയാണ്. പരമധാമത്തിലിരിക്കുന്ന ശിവബാബയിൽ നിന്നും പുറപ്പെടുന്ന ശക്തികളുടെ കിരണങ്ങൾ എന്നിലൂടെ ആ ആത്മാവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പരമാത്മ ശക്തികൾ പ്രാപ്തി ചെയ്ത് ആത്മാവും ശക്തിശാലിയായിക്കൊണ്ടിരിക്കുന്നു. ബുദ്ധിയിലെ മായയുടെ പ്രഭാവം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. ഞാനെന്ന ഭാവം സമാപ്തമാകുന്നു. ആത്മാവിന് സത്യപരമാത്മാവിനോട് കൂടിച്ചേരണം. സത്യപരമാത്മജ്ഞാനം പ്രാപ്തി ചെയ്യണം. അഭിലാഷം ഉത്സവമാകുകയാണ്. ജ്ഞാനം ധാരണ ചെയ്യാനുള്ള ശക്തി വർദ്ധിക്കുന്നു. ഇപ്പോൾ എൻ്റെ ദിവ്യ ബുദ്ധിയാകുന്ന സ്ക്രീനിൽ ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നു. ഞാൻ ആത്മാവിനെ ബുദ്ധിയുടെ പൂട്ട് തുറക്കാൻ നിമിത്തമായിരിക്കുന്നു. ആത്മാ ബാബയുടെ സ്ഥാനത്ത് വന്ന് ജ്ഞാനം പ്രാപ്തി ചെയ്യുന്നു. പരമാത്മജ്ഞാനം ബുദ്ധിയിൽ ഗ്രഹിക്കുന്നു. സത്യപരമാത്മാവിനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ വിശ്വാസം വന്നിരിക്കയാണ്. സത്യമായ ഈശ്വരൻ, സത്യപരമാത്മാ
ഒരു ശിവബാബയാണ്. സത്യപരമാത്മജ്ഞാനം ഇത് തന്നെയാണ്. അവർക്ക് പരമാത്മപ്രാപ്തിയുടെ അനുഭവമുണ്ടാകുന്നു. ആത്മാ ബാബയുടെ സത്യസ്നേഹിയായിരിക്കുന്നു. ഞാൻ ഭാവിയിലെ 21 ജന്മങ്ങളിലേക്കു വേണ്ടി ഇപ്പോൾ പഠിക്കുന്നു. മുള്ളിൽ നിന്നും സുഗന്ധമുള്ള പുഷ്പമാകുന്നു. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യിപ്പിക്കുന്നു. ഞാൻ ശ്രീമതത്തിലൂടെ നടക്കുന്നു. പതിത പാവനനായ ബാബയുടെ ഓർമ്മയിലിരിക്കുന്നു. പഠിപ്പിക്കുന്ന ബാബയോടൊപ്പം യോഗം വയ്ക്കുന്നു. അപ്പോൾ ആത്മാവിൻ്റെ ബുദ്ധിയുടെ പൂട്ട് തുറക്കപ്പെടും. ഞാൻ ബാബയിൽ നിന്നും ദേഹി അഭിമാനിയായി കേൾപ്പിക്കുന്നു. ഞാൻ ശാന്തിയിലിരിക്കുന്നു. സ്വദർശന ചക്രധാരിയായി രാജധാനിയെയും ഓർമ്മിക്കുന്നു. ബാബ ആത്മാക്കൾക്ക് ജ്ഞാനം നൽകുകയാണ്. പഴയ ലോകത്തെയും പുതിയ ലോകത്തെയും ഞാൻ അറിയുന്നു. മുള്ളായിരുന്ന എന്നെ ബാബ പൂവാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പഠിക്കുന്നത് തന്നെ പുതിയ ലോകത്തേക്കു വേണ്ടിയാണ്. ബുദ്ധിയുടെ പൂട്ട് നമ്പർ വൈസായി തുറക്കപ്പെടുന്നു. പാപജ്ഞാനം നൽകുന്നു. കൂടാതെ ഓർമ്മയും പഠിപ്പിക്കുന്നു. എത്രത്തോളം ടീച്ചറോടും പഠിത്തത്തോടും ഓർമ്മയുണ്ടായിരിക്കുന്നുവോ അത്രയും ഉയർന്ന പദവി നേടുന്നു. ഞാൻ ബാബയിൽ നിന്നും എന്താണോ കേൾക്കുന്നത് അത് മറ്റുള്ളവരെ കേൾപ്പിക്കുന്നു. എപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്, ഞാൻ ആത്മാവ് അവിനാശിയാണ്. കർമ്മേന്ദ്രിയങ്ങളിലൂടെ പാർട്ടഭിനയിക്കുന്നു. ശൂദ്രകുലത്തിലേതായിരുന്ന ഞാൻ ഇപ്പോൾ ബ്രാഹ്മണ കുലത്തിലേതാണ്. ഞാൻ ഈ സമയം ദേഹി അഭിമാനിയായി കഴിയുന്നു. സ്വയത്തെ ആത്മാവാണെന്ന നിശ്ചയത്തോടെ കേൾക്കുന്നു. കേൾപ്പിക്കുന്നത് പരംപിത പരമാത്മാവാണ്. പരംപിതാവ് ബ്രഹ്മാവിലൂടെ സ്ഥാപന നടത്തുന്നു. ബാബ മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്, സത്യമാണ്, ചൈതന്യമാണ്, സുഖശാന്തിയുടെ സാഗരമാണ്. ഈ ലോകത്തിൽ മനുഷ്യരും പതിതമാണ്. 5 തത്വങ്ങളും പതിതമാണ്. എനിക്കിപ്പോൾ ജ്ഞാനത്തിൻ്റെ 3-ാം നേത്രം ലഭിച്ചു. ആത്മാവിൽ തന്നെയാണ് ജ്ഞാനമുള്ളത്.
84 ജന്മങ്ങളുടെ പാർട്ടുണ്ട്. അത് കളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഡ്രാമയെന്നു പറഞ്ഞ് ഞാൻ പുരുഷാർത്ഥം ഉപേക്ഷിക്കില്ല. കർമ്മം, അകർമ്മം, വികർമ്മത്തിന്റെ ഗതി മനസ്സിലാക്കി സദാ ശ്രേഷ്ഠ കർമ്മം തന്നെ ചെയ്യുന്നു. സമയത്തിന്റെ മഹത്വത്തെ അറിഞ്ഞ് സ്വയത്തെ സമ്പന്നമാക്കുന്നു. വിശ്വത്തിന്റെ ആധാരമൂർത്തിയാകുന്നു. ഇതാണ് ബാബ നൽകിയ വരദാനം. വിശ്വത്തിന്റെ ആധാരമൂർത്തിയാകുന്നു. 5000 വർഷത്തെ സംസ്കാരങ്ങളുടെ റെക്കോർഡ് നിറക്കാനുള്ള വിശ്വമംഗളം അഥവാ പരിവർത്തനത്തിനുള്ള സമയമാണ്. വിശ്വത്തിന്റെ ആധാരമൂർത്തി ആത്മാക്കൾ അവിനാശി ആശ്രയത്തിന്റെ ആധാരത്തിൽ കലിയുഗി പതിത ലോകത്തിന്റെ തീരം വിട്ട് സ്വയത്തെ സമ്പന്നമാക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. സ്വയത്തെ സമ്പന്നമാക്കൂ എങ്കിൽ വിശാല കാര്യത്തിൽ സ്വതവേ സഹയോഗിയാകുന്നു. ഓം ശാന്തി.